നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ട്രീറ്റ് മാട്രസസ്. ഒറ്റപ്പെട്ട് ഖത്തർ. ഭീകര ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്ന ആരോപണത്തിൽ ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കാനൊരുങ്ങി ഗൾഫ് രാഷ്ട്രങ്ങൾ. സൗദിക്കും UAEക്കും ബഹ്റിനും ഈജിപ്തിനും പിന്നാലെ ഖത്തറുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് യമനും. ദോഹയിലേക്കും തിരിച്ചും വിമാന സർവീസ് നടത്തില്ലെന്ന് എത്തിഹാദ് എയർവേസ്. ഖത്തറുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പ്രധാന ആരോപണം അൽ ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഖത്തർ അമിതമായി പിന്തുണയ്ക്കുന്നുവെന്നും ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നും. ഖത്തറികൾക്ക് രാജ്യം വിടാൻ 14 ദിവസം സമയം അനുവദിച്ച് ബഹ്റിനും 48 മണിക്കൂർ മാത്രം നൽകി UAE. അതേസമയം ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഉപരോധം തള്ളി ഖത്തർ. നടപടി നിരാശാജനകം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഇത്തരം ഉപരോധങ്ങളൊന്നും രാജ്യത്തെ ബാധിക്കില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. മണ്ണിടിഞ്ഞ് ദുരന്തം. തലസ്ഥാനത്ത് കെട്ടിടത്തിനു മീതെ മണ്ണിടിഞ്ഞു വീണ് 4 മരണം. തിരുവനന്തപുരം പാങ്ങപ്പാറയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു മരിച്ചത് വേങ്ങോട് സ്വദേശി ഉണ്ണികൃഷ്ണനും 3 അന്യസംസ്ഥാന തൊഴിലാളികളും. അപകടമുണ്ടായത് വൈകിട്ട് 4:30-ഓടെ. ദുരന്തം ഫ്ളാറ്റ് നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന്. അപകടത്തിൽപ്പെട്ട അന്യസംസ്ഥാനക്കാർ ഹർനാഥ് ബർമാൻ, ഭജൻ ബർമാൻ, സഫാൻ എന്നിവർ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരു മലയാളിയെ രക്ഷപ്പെടുത്തി. ആരോപണം തള്ളി മന്ത്രി. പൊതുമരാമത്ത് വകുപ്പുമായി തർക്കങ്ങളുണ്ടെന്ന ആരോപണം തള്ളി എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. വകുപ്പുകൾ തമ്മിൽ നിലവിൽ പ്രശ്നങ്ങളില്ല. ബാറുകൾക്ക് അനുമതി നൽകിയത് സുപ്രീം കോടതി ഉത്തരവനുസരിച്ച്. വീഴ്ചകളിൽ പുനഃപരിശോധന നടത്തും. ദേശീയപാതയുടെ കാര്യത്തിൽ അന്തിമ നിലപാടെടുക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പെന്നും പുതിയ ഷാപ്പുകൾ തുറക്കുമെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്നും മന്ത്രി. കേരളത്തിലെ ദേശീയപാതകളെ പുനർവിജ്ഞാപനം ചെയ്തിട്ടില്ലെന്ന് മന്ത്രി G സുധാകരൻ. ചേർത്തല തിരുവനന്തപുരം പാത ദേശീയപാത തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ആശയക്കുഴപ്പങ്ങളില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരെന്നും വിധി പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തയ്യാറാകണമെന്നും മന്ത്രി. അതൃപ്തി അറിയിച്ച് കുടുംബം. ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിനെതിരെ വീണ്ടും ആരോപണവുമായി ചന്ദ്രബോസിന്റെ കുടുംബം. നിസാമിന് ജയിലിൽ ലഭിക്കുന്നത് ആഡംബര സൗകര്യങ്ങൾ. ജയിൽ വകുപ്പ് തയ്യാറാക്കിയ ശിക്ഷാ ഇളവ് നൽകുന്നവരുടെ പട്ടികയിൽ നിസാമിന്റെ പേരുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും സർക്കാരിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ കുടുംബം. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സുഗമമായി നടന്നിരുന്നു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. അഡ്വക്കേറ്റ് CP ഉദയഭാനുവിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും കുടുംബം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.